പ്രിയപ്പെട്ടവരെ, ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആദ്യമായി എൻ്റെ പേര് നിതീഷ്. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവ വളങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കവുങ്ങ്, തെങ്ങ്, റബ്ബർ തുടങ്ങിയ ക്രോപ്പുകളിലെ സസ്യങ്ങളിലേക്ക് കഴിഞ്ഞ 5 വർഷം തുടർച്ചയായിട്ട് ഒരേ വളപ്രയോഗം മാത്രം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലേക്ക് കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് നിരവധിയായിട്ടുള്ള കർഷകരിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുവാനും അവർക്ക് ഏറെ ഗുണപ്രദമായി മാറ്റുവാനും സാധിച്ചു എന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോ കർഷകരും ഈ മീറ്റിംഗ് കൃത്യമായി മനസ്സിലാക്കുകയും ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അത് തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാവുകയും വേണം എന്നൊരു അപേക്ഷയും അഭ്യർത്ഥനയോടും കൂടി നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഇന്ന് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന ഉൽപ്പന്നങ്ങളെയാണ് നാം ഇന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഏകദേശം 1970 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ രാസവളങ്ങൾ അമിതമായി ഇന്ത്യയിലേക്ക് വരികയും അത് ഉപയോഗിക്കുവാൻ കർഷകർ തയ്യാറാവുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ 15 വർഷത്തിന് ശേഷം കെമിക്കലിന്റെ അമിതമായ ഉപയോഗം നമുക്കിടയിലേക്ക് വീണ്ടും വന്നു. അതിന്റെ എല്ലാ പരിണിത ഫലം എന്ന് പറയുന്നത് മണ്ണിന്റെ ഉണ്ടായിരുന്ന വ്യത്യാസം അത് സസ്യങ്ങളിലേക്ക് ബാധിക്കുകയും നമുക്ക് വരവിൽ കൂടുതലായിട്ടുള്ള ചെലവിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മണ്ണിലുണ്ടാകുന്ന വ്യത്യാസം, മണ്ണിലെ സൂക്ഷ്മമൂലകങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം തുടങ്ങിയവയൊക്കെ ഇന്ന് കർഷകരിലേക്ക് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം വരെ കർഷകരിലേക്ക് ഉണ്ടാകും. അവയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി അതിനെയൊക്കെ ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി തന്നെ ഞാൻ ഇന്നിവിടെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മീറ്റിംഗ് വരുന്ന ഒരു 8:30 വരെയാണ് നമ്മുടെ മീറ്റിംഗ് വരുന്നുണ്ടാവുക. ആ ഒരു 8:30 വരെ നിങ്ങൾ ക്ഷമിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം ഇത് ഉപയോഗിച്ച വ്യക്തികളുണ്ടെങ്കിൽ അവരോടൊന്നിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയുവാനുള്ള സാഹചര്യമോ സംശയങ്ങൾ മനസ്സിലാക്കുവാനുള്ളതോ ആയ സമയം 10 മിനിറ്റ് തരാം. അങ്ങനെ 8:40 നമ്മളിട്ട് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ 3 പിക്ചറുകൾ കാണുന്നുണ്ടാവും. ഈ 3 പിക്ചറുകൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവ 3. പക്ഷെ ഇന്ന് അവയൊക്കെ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം കാലത്തിനനുസരിച്ച് ടെക്നോളജി വന്നപ്പോൾ ആ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാതിരുന്നത് മൂലമാണ് ഇവയൊക്കെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത്. നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈലിനെ കുറിച്ച് മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, 80% വരുന്ന മാർക്കറ്റ് ഷെയർ കയ്യിൽ വെച്ചിരുന്ന നോക്കിയ എന്ന് പറയുന്ന മൊബൈല് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ അത് ഏറ്റെടുക്കാതിരിക്കുന്നതിന് മൂലം മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്ത ഒരു സിസ്റ്റമാണ് നോക്കിയ എന്ന് പറയുന്നത്. അപ്പൊ കാലത്തിനനുസരിച്ച് ടെക്നോളജിക്കനുസരിച്ച് മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോഴാണ് കൂടുതൽ ഉന്നതിയിലേക്ക് പോകുന്നത്. അവിടെയാണ് പറഞ്ഞത് ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും, ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന് പറഞ്ഞത്. അത്തരത്തിൽ ടെക്നോളജിക്കലായിട്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത്. ആ കമ്പനിയെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് നെറ്റ്സർഫ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മളത്. ഏകദേശം 8ഓളം കമ്പനികൾ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്, ഒരു കമ്പനി മാത്രമല്ല. കഴിഞ്ഞ 24 വർഷക്കാലമായി 2001 രൂപീകൃതമായ ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അജയ് ബയോടെക് എന്ന് പറയുന്ന 1990കളിൽ രൂപീകൃതമായ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. അത് നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. ഓരോ ഉൽപ്പന്നങ്ങളും കർഷകരിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ കർഷകരിലേക്ക് അത് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് റിസൾട്ട് ഉണ്ട് എന്ന് 100% ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ
ഉൽപ്പന്നങ്ങൾ എന്നുള്ളത്. അതിൽ മൈലാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ ഗവൺമെന്റിനെ കൊറോണ കിറ്റ്, ടെസ്റ്റിംഗ് കിറ്റ് നൽകിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത ഏഷ്യയിലെ നമ്പർ 1 ലാബാണ് മൈലാബ്. ബൂഹു എന്ന് പറയുന്ന കമ്പനി, ഗ്രിൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന്റെ കമ്പനി, നെറ്റ്സർഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന കർഷകരിലേക്ക് ഒരു ഇടനിലക്കാരും ഇല്ലാതെ കർഷകരിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനികളടക്കം, അതുപോലെ നെറ്റ്സർഫ് US എന്ന് പറയുന്ന 8ഓളം കമ്പനികൾ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിനെ ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായ്, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയവയൊക്കെ ഇന്ന് കർഷകരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ കൃത്യമായി ക്രെഡിബിലിറ്റി ആയവരുടെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കർഷകർക്ക് 100% കോൺഫിഡൻസ് ആയി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ കാണുന്നുണ്ട് വിവിധ നിറങ്ങളിലുള്ള കുപ്പികളിലാണ് ഇന്ന് വളപ്രയോഗം വരുന്നത്. ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 25% മുതൽ 40% വരെ 25% മുതൽ 40% വരെ ചെലവ് കുറച്ച് 25% മുതൽ 50% വരെ വിളവ് കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്ന വിവിധ നിറങ്ങളിലുള്ള കുപ്പികൾ. എന്റെ വീഡിയോകളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കും, കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ 1 ഏക്കറിലധികം തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്തു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ ചുവട് തുറക്കുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു കർഷകൻ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് ആണ്. ആ ലേബർ കോസ്റ്റിനെ പോലും ചുരുക്കി ചൂട് തുറക്കാതെ നമുക്ക് മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് മണ്ണിന്റെ ഘടനയെ മാറ്റി മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് മണ്ണിന്റെ മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നാനോ ടെക്നോളജിയുടെ യുഗത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും സംയുക്തമായി ചേരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നുള്ള ഒരു റിസൾട്ട്, അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന പോലെ വളരെ പെട്ടെന്നുള്ള ഒരു റിസൾട്ടിലേക്ക് കാർഷിക മേഖലയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും സംശയം വരാം, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വന്ന് സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതി പോകുമെന്നുള്ളത്. ഇപ്പോഴും പറയണം, 5 വർഷം തുടർച്ചയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, 4 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, 24 വർഷം തുടർച്ചയായി ഉപയോഗിക്കുന്ന വ്യക്തികൾ, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇന്ന് നമുക്കിടയിൽ കർഷകരായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുകയാണ്. നമുക്ക് ആ കമ്പനിയെ കുറിച്ച്, അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും സംശയം, എന്റെ യൂട്യൂബ് ചാനൽ കണ്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട്, ഇത് ഗവൺമെന്റ് അംഗീകരിച്ചതാണോ? പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ R&D സർവേയുടെ അംഗീകരിച്ച DSIR-ന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടേത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടന ഇക്കോസെഡ് എന്ന് പറയുന്ന സംഘടനയുടെ സർട്ടിഫിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, നമ്മൾ അപ്രൂവ് ചെയ്ത കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് നമ്മുടേത്. 100% ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ സസ്യജാലങ്ങൾക്കോ ഒരു പ്രോബ്ലവും ഇല്ലാതെ പുതിയ ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി എന്ന രാഷ്ട്രം എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവർ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഗ്രികൾച്ചറിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ട്രഡീഷണൽ ആണ്. ഒരു ഉൽപ്പന്നങ്ങളുണ്ട്, ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ കർഷകരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വന്നു. പലപ്പോഴും എനിക്ക് ഡെയിലി നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഓൺലൈൻ മീഡിയാസിലൂടെ കർഷകരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം 10-50 കോളുകൾ എനിക്ക് വരാറുണ്ട്. ഈ 50 കോളുകൾ വരുമ്പോഴും എന്നോട് കർഷകർ ചോദിക്കുന്ന ഒരു ഉത്തരമേ ഉള്ളൂ, ഇത് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട കർഷക സുഹൃത്തെ, നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഏത് വളപ്രയോഗം വേണമെങ്കിൽ എത്ര ഏരിയയിലേക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. ഒരു ഭാഗമെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തരാം. ഇനി അഥവാ നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്റെ പേരിൽ ഒപ്പിട്ട ചെക്കടക്കം ഞാൻ അയക്കും. നിങ്ങൾക്ക് ആ ചെക്കിലൂടെ നിങ്ങൾക്ക് നഷ്ടമായ തുക ഈടാക്കി എടുക്കാമെന്ന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. അത്രയ്ക്കും 100%. ഞാൻ ഇതുവരെ 4 വർഷക്കാലമായി ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് ഒരാൾക്ക് പോലും നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ.
അത്രയ്ക്കും ഗ്യാരണ്ടി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. മണ്ണിരകൾ വരുന്നു എന്ന് കമ്പനി പറഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിച്ച് രണ്ടാമത്തെ തവണ ഉപയോഗിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മണ്ണിര പോലും ഇല്ലാതിരുന്ന പ്രദേശത്ത് മണ്ണിരകളുടെ സാന്നിധ്യം കാണാൻ വേണ്ടി സാധിക്കുന്നു. മഞ്ഞളിപ്പ് മാറും എന്ന് പറഞ്ഞപ്പോൾ മഞ്ഞളിപ്പിൽ വ്യത്യാസങ്ങൾ വരുന്നു. കൂടുതൽ വിളവിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ വിളവിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഓരോ കർഷക സുഹൃത്തുക്കളോടും എനിക്ക് പറയാനേ ഉള്ളൂ, നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. നിങ്ങൾക്ക് മുഴുവൻ തോട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഭാഗമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. അതിന്റെ ഗുണങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. ഇന്ന് രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് എനിക്കൊരു കോൾ വന്നു. ഒരു അരുൺ സാർ വിളിച്ചു. അദ്ദേഹം ഏറെ ആശങ്കയോടുകൂടി വെറ്റിലക്കൊടി അദ്ദേഹത്തിന്റെ വീഡിയോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏറെ ആശങ്കയോടുകൂടി വെറ്റിലക്കൊടി നിർത്തുവാൻ വേണ്ടി പോവുകയാണ്. വെറ്റിലക്കൊടിക്ക് റിസൾട്ട് ഇല്ല, ചാണകങ്ങൾ കൊടുത്തിട്ട് റിസൾട്ട് ഇല്ല, മറ്റു വളങ്ങൾ കൊടുത്തിട്ട് റിസൾട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് താങ്കളുടെ വളം അവസാനമായി ഉപയോഗിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 100% ഗ്യാരണ്ടിയോടുകൂടി കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഇതാണ്, സാറേ എനിക്ക് വിശ്വസിക്കുന്നതിൽ അപ്പുറത്താണ് ഇതിന്റെ റിസൾട്ട്. തീർച്ചയായിട്ടും നമുക്കിത് കർഷകരിലേക്ക് എത്തിക്കണം എന്ന് അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിൽ നിന്ന് വാക്കുകൾ ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ രാവിലത്തെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാൻ ഇതുവരെ കാണാത്ത വ്യക്തിയാണ്. ഞാൻ ഇതുവരെ ഫോണിൽ കൂടെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. പൈസ അയച്ച് പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന റിസൾട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു സന്തോഷമാണ് ഓരോ കർഷകരിലേക്കും എത്തിക്കുന്നത്. പലപ്പോഴും പലരും പല രീതിയിലുള്ള കമന്റ്സിലൂടെ നമ്മുടെ യൂട്യൂബിലൊക്കെ വരാറുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഇപ്പോഴും പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഏത് കമന്റ് ഉണ്ടായി കഴിഞ്ഞാലും എന്തുണ്ടായി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു നീന്തൽ പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിലിറങ്ങിയാൽ മാത്രമേ നീന്തൽ പഠിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നീന്തൽ പഠിക്കുവാൻ ഈ കളരിയിലേക്ക് നിങ്ങൾ ഒരു കുറച്ച് ഭാഗമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അറിയിക്കുകയാണ്. നമുക്ക് നോക്കാം, നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലൈറ്റ് എനർജി, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർസ്, വാട്ടർ, മിനറൽസ് തുടങ്ങിയവയൊക്കെ ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കുവാൻ വേണ്ടി അടിസ്ഥാന ഘടകങ്ങളാണ്. അതുപോലെ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, PGR, ബയോ സ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ ഒരു കുടക്കീഴിൽ വരുന്നതാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ സസ്യങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ രോഗങ്ങളുടെ അറ്റാക്കിംഗ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, ഇൻസെക്റ്റിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക്, ഓവർ ഡോസസിന്റെയൊക്കെ ഫംഗലിന്റെയും ബാക്ടീരിയയുടെയും അറ്റാക്കിങ്, ഓവർ ഡോസ്, വാട്ടർ ഫെർട്ടിലൈസറിന്റെ ഓവർ ഡോസസ്, ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സസ്യത്തിന് രോഗം ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് സസ്യത്തെ ഒരു മനുഷ്യനായി നമ്മൾ കാണണം എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനായി കാണുമ്പോൾ നമുക്ക് മനുഷ്യന് വേണ്ട അടിസ്ഥാന ഘടകങ്ങളെല്ലാം തന്നെ സസ്യത്തിന് കൊടുത്തു കഴിയുമ്പോൾ ആ സസ്യം നമുക്ക് തിരിച്ചും നല്ലതെല്ലാം തരും. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ രാസവളത്തിന്റെയും അമിതമായ കെമിക്കലിന്റെയും ഉപയോഗം മൂലം മണ്ണിന് നശീകരണം സംഭവിച്ചത് മൂലം സസ്യത്തിനെ കൂടുതലായിട്ടുള്ള രോഗങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ്. ആ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ ഘടനയെ മാറ്റിയെടുക്കുവാൻ, മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വളപ്രയോഗം എന്ന് പറയുന്നത്. ഇത് മരുന്നോ മായയോ മന്ത്രമോ ഒന്നുമല്ല, ഇതൊരു വളപ്രയോഗമാണ്. സസ്യത്തിനെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഘടകങ്ങൾ ഒരു കുടക്കീഴിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതിൽ വേറെ വളപ്രയോഗങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ജൈവവളങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ നമുക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മറ്റു വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ വരുന്ന നമ്മുടെ വളപ്രയോഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും മനുഷ്യന് വേണ്ടതുപോലെ ഒരു സസ്യത്തിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്ലാന്റ് ന്യൂട്രിയൻസ്, മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ മൂലകങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഉപപ്രധാന മൂലകങ്ങളാണ് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. സൂക്ഷ്മ മൂലകങ്ങളാണ് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയവ.
ഇവയൊക്കെ നമ്മുടെ കയ്യിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു വളങ്ങളൊന്നും കൊടുക്കാതെ എല്ലാം ഒരു കുടക്കീഴിൽ നമുക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ രാസവള പ്രക്രിയയിലൂടെ NPK കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയാണ്ട്, ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് രാസവളങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതിന്. കൃത്രിമമായി ശ്വാസം കൊടുക്കുകയാണ്. കൃത്രിമമായി ശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഒരു പരിധി കഴിഞ്ഞാൽ, ആ വയറങ്ങ് എടുത്തു കഴിഞ്ഞാൽ, ആ മാസ്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ ശ്വാസം നിലയ്ക്കുന്ന ഒരു അവസ്ഥ വരും. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ NPK എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഈ കുപ്പിയിൽ കാണുന്ന ബാക്ടീരിയകളുടെ നിങ്ങൾക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി ചെലവ് കുറച്ച് ചെയ്യാം. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78% നൈട്രജൻ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി സസ്യത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളെയാണ് മൊബിലിയസിയം, ഫിക്സേറ്റിൻ, അസിറ്റോബാക്ടർ ബാക്ടീരിയകളെയും പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളെയും ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകളെ നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. അന്തരീക്ഷത്തിലും മണ്ണിലും മൂലകങ്ങളിലെ കൃത്യമായി സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലൂടെ സസ്യത്തിന്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് വളരെ നല്ല ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുപ്പിയിലാണ്, കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി ചെയ്യാം, ചെലവ് കുറവാണ്. 1 ലിറ്റർ വെള്ളത്തെ 2 ml എന്ന രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് സസ്യത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച്, തെങ്ങിനായാലും കവുങ്ങിനായാലും ജാതിക്കായാലും ഏലത്തിനായാലും എല്ലാം സസ്യത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഗൈഡ് ലൈൻസ് തരുവാൻ വേണ്ടി, പൂച്ചെടികൾക്കായിക്കോട്ടെ, ഒരു നഴ്സറിയിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10 ഏക്കറിൽ ഒരു തോട്ടത്തിലേക്ക് ആയിക്കോട്ടെ, അത്രയ്ക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ മൂലകങ്ങൾ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് വളപ്രയോഗം, സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കറുത്ത ബോട്ടിലിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ അടങ്ങിയ 5 ടൺ കാലിവളത്തിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഷെത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ ഷെത്ത് മണ്ണിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ വളക്കൂറുള്ളതാക്കുന്നു, മണ്ണിലെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമാണ് ഷെത്ത് എന്ന് പറയുന്നത്. ഇത് ലോഡഡ് വിത്ത് ബയോസ്റ്റിമുലൻസ് ആണ്. ബയോസ്റ്റിമുലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാർഷിക സംസ്കാരത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. അത് ഫാസ്റ്റ് ആയിട്ട് വളർച്ചയിൽ എത്തിക്കുവാനും മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു. അത്തരത്തിൽ വരുന്നതും അതോടൊപ്പം തന്നെ ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം. ഓരോ സസ്യങ്ങൾക്കും മനുഷ്യർക്കുള്ളതുപോലെ പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് രോഗങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കിംഗ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ രോഗങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ ഷെത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏശുമോ? അതുപോലെ തന്നെയാണ് മണ്ണിന്റെ pH ലെവൽ 6.5 to 7.5 എന്ന് പറയുന്ന രീതിയിലേക്ക് എത്താതെ നമ്മൾ എത്ര വളം കൊടുത്തു കഴിഞ്ഞാലും ആ വളം മണ്ണിൽ ദഹിക്കാതിരിക്കുന്നു. ആ ദഹിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ മണ്ണിൽ നമ്മൾ ഇത്തവണ കൊടുത്ത വളങ്ങൾ അടുത്ത തവണ മണ്ണിൽ പണിയെടുക്കുമ്പോഴും അവിടെ തന്നെ ഉണ്ടാകുന്നു. അത്തരത്തിൽ മണ്ണിന്റെ ഘടനയെ മാറ്റി pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്താണ് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ? മണ്ണിരകളെ കൃത്രിമമായി ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഇന്ന് ഈ മണ്ണിരകൾ മണ്ണിന്റെ പ്രതലത്തിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ താഴോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിരകളുടെ പ്രത്യേകത എന്താണ്? മണ്ണിരകൾ കർഷകന്റെ മിത്രമാണ്. മണ്ണിര താഴോട്ടും മുകളിലോട്ടും സഞ്ചരിച്ച് മണ്ണിന് വായു സഞ്ചാരം കൊടുത്ത് മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുന്ന കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. ആ മണ്ണിരകൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ മണ്ണ് മരിച്ചു എന്ന് പറഞ്ഞതിന് തുല്യമാണ്. മണ്ണിന് വായു സഞ്ചാരം ഇല്ലാത്തൊരവസ്ഥ. ആ വായു സഞ്ചാരമില്ലാത്ത മണ്ണ് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു. അത്തരത്തിൽ നമ്മുടെ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മണ്ണിരകൾ താഴോട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ മണ്ണില്ലാത്ത മണ്ണിരകളെ മണ്ണിലേക്ക് എത്തിക്കുവാനും ആ മണ്ണിന്റെ വളക്കൂറുള്ളതാക്കി മാറ്റി മണ്ണിന് വായു സഞ്ചാരം ഉള്ളതാക്കി മാറ്റുവാനുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷെത്ത് എന്ന് പറയുന്നത്. NPKയുടെ കൂടെ 1 ലിറ്റർ വെള്ളത്തെ 2 ml രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നാനോ ബയോടെക്നോളജിയിൽ ആയതുകൊണ്ട് തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ 1 ml ഈസ് ഈക്വൽ ടു 10 കോടി ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അളവിന്റെ ഏറ്റവും ചെറിയ കണികകളിലൂടെ വരുന്ന ഒരു വളപ്രയോഗത്തെയാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കുന്നത്.
വളരെ പ്രധാനപ്പെട്ട ഒന്നും രണ്ടും ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മൂലകങ്ങൾ, രണ്ടാമത്തെ വളപ്രയോഗം, സൂക്ഷ്മ മൂലകങ്ങൾ, മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി എന്ന് പറയുന്നത്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി എന്ന് പറയുന്നത് സ്റ്റിം റിച്ച്, പച്ചപ്പിനെ തിരിച്ചെടുക്കുവാനും മണ്ണിന്റെ വളക്കൂറുള്ളതാക്കി മാറ്റിയ മണ്ണിന്റെ വളക്കൂറിനെ സസ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാനും സസ്യത്തിന്റെ ഇലകളുടെ പച്ചപ്പിനെ വർദ്ധിപ്പിച്ച് കായഫലം ഒരേപോലെയുള്ളതാക്കാൻ വേണ്ടി മാറ്റുന്ന റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് മുതൽ ഫ്രൂട്ട് വരെയുള്ള ഓരോ ഘട്ടത്തെയും സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. ഇത് NPKയും ഷേത്തിന്റെയും കൂടെ മിക്സ് ചെയ്ത് സോയിൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ സ്റ്റിം റിച്ചിനെ മാത്രം സ്പ്രേയും ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് അല്ലെ. ഇന്ന് സസ്യങ്ങൾക്ക് രണ്ട് വേരുകളാണ് ഉള്ളത്, കറുത്ത വേര്, വെളുത്ത വേര്. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച്. ഒരേ സമയത്ത് കായ്ക്കുവാനും ഒരേ സമയത്ത് പുഷ്പിക്കുവാനും ഒരേ സമയത്ത് വിളവെടുക്കുവാനും മനുഷ്യനെ സസ്യങ്ങളെ പ്രാപ്തിയിലെത്തിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. കാണ്ഡത്തിനെ കരുത്തു വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന പൾവിക്ക്, ഹ്യൂമിക്ക്, CVD എക്സ്ട്രാക്റ്റിന്റെ ഒരു മിശ്രിതമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നം. ഇതിനെ നമുക്ക് സ്പ്രേ ചെയ്യാം, അതോടൊപ്പം തന്നെ സ്റ്റിം റിച്ച് സോയിൽ ആപ്ലിക്കേഷൻ നടത്താം. നമുക്ക് നോക്കാം, കമ്പനി പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇടതുവശത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തതും വലതുവശത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീഡ് ജെർമിനേഷൻ മുതൽ നമുക്കിത് ചെയ്യാം, വിത്ത് സംസ്കരണം മുതൽ ചെയ്യാം. വിത്ത് സംസ്കരണം ചെയ്തു കഴിഞ്ഞാൽ 60 മുതൽ 70% വരെ മുളയ്ക്കുന്ന വിത്തുകളെ 90 മുതൽ 92% വരെ മുളപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു. വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, പച്ചപ്പിനെ വർദ്ധിപ്പിക്കുന്നു, കൂടുതൽ ലീഫിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമാണ്. കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു. ഫ്ലവറിംഗ് സ്റ്റേജ് ഒരേ ടൈപ്പിലുള്ള ഫ്ലവറിങ് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നതിന് ഇടവരുത്തുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ഗ്രെയിൻ ഫില്ലിങ്ങിന്റെ സമയത്തും ഒരേ സമയത്ത് ഒരേ ടൈപ്പിലുള്ള ഗ്രെയിൻ ഫില്ലിംഗ് നടക്കുന്നു. അത് ഈൽഡ് എടുക്കുവാനും നമുക്ക് ഒരേ സമയത്ത് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ സമയത്ത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയിൽ അത് മാർക്കറ്റിൽ എത്തിക്കുവാനും അതിലൂടെ നല്ലൊരു വരുമാനം ലഭിക്കുവാനും കർഷകന് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കർഷകന് ലഭിച്ച മണ്ണിരകളുടെ സാന്നിധ്യമാണ്. ക്ഷേത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന രീതിയിലാണ് റിസൾട്ട് എന്ന് കമ്പനി പറയുന്നത് പോലെ ഈ റിസൾട്ട് ആണ് മണ്ണിരകളുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ കർഷകരിലേക്ക്. അതുപോലെ തന്നെയാണ് 2021 മുതൽ കഴിഞ്ഞ 4 വർഷക്കാലമായി കാസർഗോഡിലെ ബെന്നിച്ചേട്ടൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ 26 മാസം പ്രായമായി കഴിഞ്ഞപ്പോൾ ലഭിച്ച കവുങ്ങ് കായ്ക്കുവാൻ വേണ്ടി ആരംഭിച്ചു എന്നുള്ള മറ്റു വളപ്രയോഗങ്ങൾ ഒന്നും കൊടുക്കാതെ കിട്ടിയ റിസൾട്ട്. ഇത് നമ്മുടെ ആലക്കോടുള്ള ജോസഫ് മാഷ് കിട്ടിയ മണ്ണിര തേടിയുള്ള ഒരു യാത്ര കൊടുത്ത് മഞ്ഞളിപ്പോയ ആഗ്രഹിച്ചിരുന്ന തെങ്ങിനെ വീണ്ടെടുക്കുന്ന ഉൽപ്പന്നങ്ങളോട് സാധിച്ചു. ആ മണ്ണിരകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഹൃദയത്തിൽ വാക്കുകളാണ്. പച്ചക്കറികൾക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ്. കുമ്മായം ഉപയോഗിക്കുമ്പോൾ എല്ലാ കർഷകരും ഇന്ന് ഒരു പരിധിവരെ കുമ്മായം ഉപയോഗിക്കുന്നവരാണ്. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് മണ്ണിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ്. അതോടൊപ്പം തന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളെയും മണ്ണിരകളെയും ഒക്കെ നശിപ്പിക്കുന്നതിന് ഇടവരുത്തുന്നു. അതുകൊണ്ട് തന്നെ കുമ്മായം പോലും ഉപയോഗിക്കാതെ ആ ഒരു എമൗണ്ട് പോലും ലാഭിക്കുന്നതിന് വേണ്ടി ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. കുരുമുളകിൽ കിട്ടിയ റിസൾട്ടാണിത്. 1 കിൻഡൽ കിട്ടുന്നിടത്ത് കഴിഞ്ഞ വർഷം ഈ വർഷവും ലഭിച്ച കുരുമുളക് എന്ന് പറയുന്നത് 6 കിൻഡൽ മുതൽ 7 കിൻഡൽ വരെയാണ്. ഇത് മഞ്ഞളിപ്പിനുണ്ടായിരുന്ന വ്യത്യാസമാണ്. ഇന്ന് ഇന്റീരിയർ ഗാർഡനിങ്ങിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടൈമാണ്. നമുക്ക് ഇന്റീരിയർ ഗാർഡനിങ്ങിൽ പോലും ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ കെമിക്കൽ രഹിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന റിസൾട്ടാണ് ഇത്. പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളുടെ ഇത് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളതാണ്. ബാക്കി നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള അവസരം നമ്മൾ തരുന്നതാണ്. ഇത് നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന റിസൾട്ടാണ്. അത് മാത്രം നമുക്ക് പരിശോധിക്കാം. ഈ സമയം നട്ട 2 കണ്ടത്തിലെ നെൽവയലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സ്റ്റിംറിച്ചും അതുപോലെ തന്നെ NPKയും അതുപോലെ തന്നെ ഷേത്തും ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട്, ഇത് ഉപയോഗിക്കാതെ രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു കണ്ടത്തിലെ റിസൾട്ട്, ഇത് പ്രേക്ഷകർക്ക്, കർഷകർക്ക് ഇത് കാണുവാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്ന ഒരു കാർഷിക മേഖലയിലെ ഒരു മാറ്റം. കർഷകനുണ്ടായിരുന്ന ഈ ഇരിട്ടിയിലെ ഓടാക്കൽ പാടശേഖരത്തിലെ പ്രിയപ്പെട്ട സെക്രട്ടറി സണ്ണി സാറിനുണ്ടായിരുന്ന റിസൾട്ടാണ്. അപ്പൊ നമ്മുടെ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു അന്തരം കർഷകർക്ക് ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് കൗങ്ങിന് കിട്ടിയ റിസൾട്ടാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ പുതിയ ഒരു താരോദയമാണ് നമ്മുടെ പുതിയത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പുതിയത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 24 വർഷക്കാലമായി, കേരളത്തിൽ നിന്ന് 4 വർഷക്കാലമായി ഇന്ന് ആ ഒരു പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വളപ്രയോഗത്തിന് വേണ്ടി കണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ആ വളപ്രയോഗം ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ആ വളപ്രയോഗം ഒരു കാരണവശാലും കെമിക്കൽ ഉപയോഗിച്ച് ഡ്രമ്മോ സ്പ്രേയറോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പാടില്ല. മറിച്ച് കെമിക്കൽ രഹിതമായിട്ടുള്ള ഡ്രമ്മോ സ്പ്രേയറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഇലകളിലോ ചപ്പോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ബാക്ടീരിയ ഡെവലപ്പ് ആവുകയും അതിന്റെ റിസൾട്ട് നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ഇത് മറ്റൊരു ഉൽപ്പന്നമാണ് ബയോ-19. ഇത് ഗമ്മർ സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി, സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നമാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് കർഷകർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന മറ്റൊരു ഇതാണ് ഇൻസെക്റ്റിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത്. കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാപ്പപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗിസൈഡ്, ഫംഗസിനെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. റാപ്പപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബോഡോ മിശ്രിതവും COCക്കും ഒക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പ്യുവർ ഓർഗാനിക് മാനുവറാണിത്. തീർച്ചയായിട്ടും മറ്റൊരു പാർശ്വഫലങ്ങളും ഉണ്ടാവില്ല. സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്പർ ലാസ്റ്റ് തരാം. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തരാം. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടവരെ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഓർഗാനിക് വീട് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന എൻകൗണ്ടർ എന്ന് പറയുന്നത്. എൻകൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ കളനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഓർഗാനിക് ആണ്. ഇത് വീടിന്റെ സൈസിനനുസരിച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത്. 1 ലിറ്ററിന്റെ ബോട്ടിലായിട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന 36ലധികം വരുന്ന വിറ്റമിൻസിന്റെ, പ്രോട്ടീൻസിന്റെ, എൻസൈംസിന്റെ, ഹെർബ്സ്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, മിനറൽസ് ആൻഡ് ട്രേസ് എലിമെന്റ്സ്, ന്യൂട്രിയൻസിന്റെയും മിശ്രിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. പശുവിന്റെ പാല് വർധനവ്, പശുവിന്റെ മെറ്റബോളിസം ക്ലിയർ ആക്കുന്നു. അതുപോലെ പാലിന്റെ റീഡിങ്, ഫാറ്റ് വർദ്ധിപ്പിക്കുന്നു. 10 മുതൽ 15% വരെ പാലിന്റെ അളവ് വർദ്ധിക്കുന്നു. അതുപോലെ പശുവിനെ കുളിപ്പിക്കുന്നതിനുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഷാമ്പു എല്ലാം നമുക്ക് ഇന്ന് ലഭ്യമാണ്. അവയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വാട്സപ്പുമായി ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്വാ ക്ലിയർ, അക്വാ ഫീഡ്, അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള 3 ഉൽപ്പന്നങ്ങൾ. ഇത്രയുമാണ് നമ്മുടെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഓർഗാനിക് വളങ്ങൾ, അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും മീനിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4 വർഷത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, സസ്യത്തിന് ഇന്നുണ്ടാകുന്ന പ്രോബ്ലംസിനെ പരിഹരിച്ച് കൂടുതൽ വിളവിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. 1 കിൻഡൽ അടക്കയിൽ നിന്നും 1.5 കിൻഡൽ മുതൽ 2 കിൻഡൽ വരെ അടക്കയിലേക്ക് എത്തിച്ച ഒരു കർഷകനെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ, ജാതിപത്രി ഫസ്റ്റ് ക്വാളിറ്റി ലഭിച്ച് മാർക്കറ്റിൽ നിന്നും കൂടുതലായിട്ട് വരുമാനം ലഭിക്കുന്ന ഒരു കർഷകൻ കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മളത് ഉപയോഗിക്കുമ്പോൾ, പപ്പായക്കും ഡ്രാഗൺ ഫ്രൂട്ടിനും മറ്റ് കവുങ്ങിനും എല്ലാ വിളകൾക്കും ഉപയോഗിച്ച് റിസൾട്ട് കൊള്ളുന്ന ഒരു കർഷകൻ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, 15 ഏക്കറിലധികവും 100 ഏക്കറിലധികവും തോട്ടത്തിലേക്ക്, റബ്ബറിലേക്കും എല്ലാ വിളകളിലേക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കർഷകർ ഇന്ന് നമുക്കിടയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, തുടർച്ചയായി മറ്റൊരു വളപ്രയോഗവും ചെയ്യാതെ വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ചെലവ് കുറഞ്ഞുകൊണ്ട് 25% മുതൽ 40% വരെ ചെലവ് നമുക്ക് കുറയ്ക്കാം. അതോടൊപ്പം തന്നെ 50%-ലധികം വരുന്ന ഈൽഡിനെ കുറച്ചുകൊണ്ട് നമുക്ക് കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താം. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ജനതയ്ക്ക് വേണ്ടി വീണ്ടും നമുക്ക് ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാം. മറ്റൊരു പാർശ്വഫലങ്ങളോ മറ്റൊരു സാങ്കേതിക തകരാറുകളോ ഇല്ലാതെ വളരെ നല്ലൊരു കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പേര് നിതീഷ് VP, കണ്ണൂരാണ് സ്വദേശം.
കഴിഞ്ഞ 5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും 4 വർഷക്കാലമായി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുക, കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഏത് സമയത്ത് കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നു, 8547666622. നമ്പർ കൊടുക്കുന്നത് 8547666622. നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ആൾക്കാർ ലഭ്യമാണ്. തൃശ്ശൂരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാർ ലഭ്യമാണ്. ആ നമ്പറുകൾ നിങ്ങൾക്ക് പ്രത്യേകം തരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കേൾക്കുക മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ വലിയൊരു കർഷകനെന്നല്ല, മറിച്ച് കാർഷിക മേഖലയിലെ കാർഷിക അഭിവൃദ്ധിയിൽ കാർഷിക വൃത്തി നിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന കർഷകരുടെ കൂടെ ഇന്ന് അവരുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുവാൻ വേണ്ടി എനിക്ക് സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാർഷിക മേഖലയിൽ നമുക്ക് പുത്തൻ ഉണർവിലേക്ക് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ എത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്റെ നമ്പർ ഒന്നും കൂടെ ഞാൻ പറയുന്നു, 8547666622. സാറേ നമ്പർ ഈ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് എഴുതിയെടുക്കാം. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. 8547666622. 85 47 66 66 22. നിതീഷ്, കണ്ണൂർ. തൃശ്ശൂർ മേഖലയിലെ കൊല്ലം, അതുപോലെ തന്നെ എല്ലാ കേരളത്തിലുടനീളം, കാലിക്കറ്റ് ആയാലും, കാലിക്കറ്റ് ആണ് നമ്മുടെ സ്റ്റോക്ക് പോയിന്റ് എന്നുള്ളത്. കാലിക്കറ്റ് നിന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളം 24 സ്റ്റേറ്റിൽ 860 ജില്ലകളിൽ ഏകദേശം 200-ലധികം സ്റ്റോക്ക് പോയിന്റുകളുമായിട്ടാണ് ഇന്ന് നെറ്റ്സർഫ്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് അയച്ചു കൊടുക്കാം. വിത്ത് GST ബില്ലിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓൺലൈൻ ആയിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ, വേറൊരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓൺലൈൻ തട്ടിപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൈസ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇന്ന് ഓരോ വ്യക്തികൾക്കും ലഭിക്കാറുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്, എന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വാട്സപ്പിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ആയിട്ട് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുക, അത് വാങ്ങിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് പോയിന്റ് വരുന്നത് കാലിക്കറ്റിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് പോയിന്റിൽ എരഞ്ഞിപ്പാലത്താണ്. ബാക്കി നമുക്ക് സ്റ്റോക്ക് പോയിന്റുകൾ കാലിക്കറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെടാം. ഏത് സമയത്തും അവൈലബിൾ ആണ്. ഇതൊരു തട്ടിപ്പിന്റെയോ വെട്ടിപ്പിന്റെയോ ഒരു ഉൽപ്പന്നങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ കാർഷിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ഒരു മീറ്റിംഗിൽ കാണാം. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും കേട്ടോ. ആർക്കും ഇനി അതിന്റെ ഡൗട്ടാണോ സംസാരിക്കുന്നുണ്ടോ എന്നറിയില്ല. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. ഇടതുവശത്തിൽ ആ ചുവപ്പുള്ള ബട്ടൺ മാറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എനിവേ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകയും നിങ്ങൾക്ക് വീണ്ടും ബന്ധപ്പെടാം. നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.